രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. മറ്റ് ജില്ലകൾക്ക് കാര്യമായി വിഹിതം നൽകാതിരിക്കുമ്പോൾ ധനമന്ത്രിയുടെ സ്വന്തം ജില്ലയ്ക്ക് 2 IT പാർക്കും റോഡ് ഇടനാഴിയും ഉൾപ്പെടെ പ്രധാന പ്രഖ്യാപനങ്ങൾ. മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂരിനും 2 വൻ പദ്ധതികളിലായി 400 കോടിയിലേറെ രൂപ അനുവദിച്ചു. മന്ത്രി സ്വന്തം ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. കൊല്ലംകാരനായ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കോളടിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ്. IT പാർക്കും റോഡ് ഇടനാഴിയും ഫുഡ് പാർക്കും തുടങ്ങി സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തെ പിൽഗ്രിം സെന്റർ ആക്കുന്ന പദ്ധതി വരെ മന്ത്രി പ്രഖ്യാപിച്ചു. കൊല്ലം ഇന്ന് 36 തവണ പറഞ്ഞ മന്ത്രി കൊട്ടാരക്കര ഇന്ന് 7 തവണ ബജറ്റിൽ ആവർത്തിച്ചു. 2 IT പാർക്കാണ് സ്വന്തം ജില്ലയിൽ മന്ത്രി പ്രഖ്യാപിച്ചത്. ഒന്ന് കൊല്ലം നഗരത്തിലെങ്കിൽ രണ്ടാമത്തേത് സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ. കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വികസന ഇടനാഴിയായി കൊല്ലം വഴി പുനലൂരിലേക്ക് പ്രഖ്യാപനം. ചരിത്ര മ്യൂസിയത്തിന് 20 കോടി, ഫുഡ് പാർക്കിന് 5 കോടി, മറീൻ പാർക്കിന് 5 കോടി, ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്ക് 1 കോടിയും ബജറ്റിൽ വകയിരുത്തി. ബീച്ച് വികസനം, GO2 പദ്ധതി, A. രാമചന്ദ്രൻ ആർട്ട് ഗാലറി, ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതിക്ക് 10 കോടി, ജില്ലയിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് 30 കോടി എന്നിവയാണ് ധനമന്ത്രിയുടെ മറ്റ് പ്രഖ്യാപനങ്ങൾ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനായി തീർത്ഥാടന പദ്ധതി പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സ്വന്തം മണ്ഡലത്തോടും മന്ത്രി സ്നേഹം കാട്ടിയത്. പണം മുഴുവൻ ധനമന്ത്രി കൊണ്ടുപോയെന്ന കുറ്റം മുഖ്യമന്ത്രി പറയാതിരിക്കാനാകും കണ്ണൂർ ജില്ലയ്ക്കും ധർമ്മടം മണ്ഡലത്തിനുമുണ്ട് പ്രത്യേക കരുതൽ. K. മാണിയുടെ ബജറ്റിനെ പാല പാണക്കാട് ബജറ്റ് എന്ന് പരിഹസിച്ച ചരിത്രം ഇടതുപക്ഷത്തിനുണ്ടെന്നിരിക്കെയാണ് സ്വന്തം ജില്ലയ്ക്കും മണ്ഡലത്തിനുമുള്ള പ്രഖ്യാപനങ്ങളും കരുതലും. ജനം, തിരുവനന്തപുരം.